ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. നമ്മൾ വസ്ത്രധാരണത്തിലെടുത്ത അതേ ഇത് തന്നെ ഇപ്പം ഈ ആധ്യാത്മിക ആചാര്യന്മാർ ഇപ്പോൾ വിവാഹങ്ങൾ വീണ്ടും കഴിക്കാറില്ല. അങ്ങനെ ആ ഒരു പക്ഷെ അദ്ദേഹം താങ്കൾ അക്കാര്യത്തിലും ഒരു ബ്രേക്ക് ചെയ്തു അല്ലെ? രണ്ടാമത് ദേവി ഫോറിനറാണ് അതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെ വന്നു ചെയ്തു. ഞാൻ ആക്ച്വലി മാരേജ് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആദ്യത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മാരേജ് ഇല്ല വിചാരിച്ചു. പക്ഷേ ദേവി വന്നു, ഞങ്ങൾ കണക്ട് ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് പേരെന്താ? അവരുടെ ആക്ച്വൽ പേര് ബില്യാന. അവർ ഇവിടെ മറ്റേ മറാഠി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബില്യാന റാഡോണിച്ച് എന്നുള്ള പേരിൽ അവർക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ മേടിച്ചു. അപ്പോൾ അവർ വന്നു ചേർന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വിവാഹത്തിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു അവർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കണക്റ്റായി. നമ്മൾ ഒന്നിച്ച് കാര്യങ്ങൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പുറത്തെ ലോകത്ത് കൊണ്ടുവന്നത്. അതുവരെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ലോകവുമായിട്ട് സംസാരിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞല്ല വാട്ട് യു ആർ ടെല്ലിങ് ഈസ് അമേസിങ്, അത് ലോകം അറിയണം പറഞ്ഞു. അങ്ങനെ അവരാണ് ഇതിൻ്റെ പിന്നെ ഈ ഫസ്റ്റ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ അത് അങ്ങനെ വലുതായി. ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ്. പക്ഷേ ഞാൻ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി കുറച്ച്. കാരണം എന്താ വെച്ചാൽ അവരുടെ വ്യക്തിത്വം ഞാൻ കാരണം അഫക്റ്റഡ് ആവുണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാം മോഹൻജി ഫാക്ടറിലല്ലേ വരുന്നത്. ഇപ്പോൾ അവർ ദേവി മോഹൻ എന്നുള്ള പേരിൽ തന്നെ പ്രോഗ്രാംസും ഇവൻറ്റ്സും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ യൂറോപ്പിലുണ്ട്. ഇപ്പോൾ അവർ മോളുണ്ട് അവിടെ. മോള് പിന്നെ ഇപ്പോൾ 12 വയസ്സ് കഴിഞ്ഞു, 13ാമത്തെ. മോളുടെ പേര് മില, MILA. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുന്നുണ്ട്. അത് ആക്ച്വലി ഇതിപ്പോൾ ഞാനൊരു സന്യാസമൊന്നും സ്വീകരിച്ചിട്ടില്ല ആരുടെ അടുത്തുനിന്നും. ദീക്ഷകൾ കിട്ടിയിട്ടുണ്ട്. അത് അവധൂതനാഥാനന്ദ സ്വാമിയുടെ അടുത്തുനിന്ന് ശ്രീവിദ്യ ദീക്ഷ. പിന്നെ ഞാൻ ബാബാജി ആയിട്ടുള്ള കമ്മ്യൂണിയൻസ് ഉണ്ടായി. അത് ഡയറക്റ്റ്ലി തന്നെയായിരുന്നു, ഞാൻ നേരിട്ടാണത്. അത് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന 2 കമ്മ്യൂണിയനാണ്. ആ കമ്മ്യൂണിയനിലാണ് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതും. അപ്പോൾ പല ഗൈഡൻസ് വന്നിട്ടുണ്ട് ജീവിതത്തിൽ. ആ ഗൈഡൻസ് വെച്ച് പോവാണ്. അപ്പോൾ അതിൽ ഈ വിവാഹവും ഇതിൽ ആരും നോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, ഓൾവേസ് ബി നാച്ചുറൽ. നമ്മളെപ്പോഴും നമ്മുടെ നാച്ചുറലായിരിക്കണം, ഓർഗാനിക്കായിട്ട് പോവുക. അതിൽ കുറേ ഡൂസ് ആൻഡ് ഡോൺസ് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ പലപ്പോഴും സപ്രഷൻ വരും. നമ്മൾ അടിച്ചമർത്തപ്പെടും ആ കാര്യം. അങ്ങനെ വരുമ്പോൾ അത് പിന്നീട് ചെയ്യേണ്ടി വരും. നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ആഗ്രഹം, ആ ആഗ്രഹം നമ്മൾ പിന്നെ കൺട്രോൾഡ് ലെവലിലെങ്കിലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പിന്നീട് അത് മുഴുവൻ സപ്രഷനായി വരുമ്പോൾ പിന്നെ സഫോക്കേഷനായി. പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടതായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് വരും. അത് നമ്മുടെ ഈ മൈൻഡ് സ്റ്റില്ലായിരിക്കുന്ന അവസ്ഥയാണല്ലോ സമാധി എന്ന് പറയുന്നത്. അതായത് ഒരു ചിന്തയില്ല, മനസ്സ് സ്റ്റേബിളായിട്ടിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ഫസ്റ്റ് ലെവലിൽ ഒരു ആഗ്രഹം, പൂർത്തീകരണം. ഈ പൂർത്തീകരണം കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് മനസ്സ് സ്റ്റില്ല, പിന്നെ ആഗ്രഹം വരും, പിന്നെ അതിൻ്റെ പൂർത്തീകരണം. ഇങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തി ജീവിക്കുന്നത്. രണ്ടാമത്തെ ലെവലിൽ ആഗ്രഹമുണ്ട്, പക്ഷേ പൂർത്തീകരണത്തിന് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം മനസ്സ് പിന്നെയും കുറച്ചുകൂടെ നേരത്തേക്ക് ശാന്തമാവും. അതേപോലെ തേർഡ് ലെവലിൽ നമ്മൾ പൂർത്തീകരിക്കാത്തതുകൊണ്ട് ആഗ്രഹങ്ങളെ ഇല്ലാണ്ടാവും. തേർഡ് ലെവലിൽ. ഫോർത്ത് ലെവലിൽ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് മനസ്സ് തന്നെ കൊളാപ്സ് ആവും. കാരണം ആഗ്രഹങ്ങളാണ് തൂണ് മനസ്സിനെ നിലനിർത്തുന്നത്. അത് തന്നെ താഴത്തേക്ക് പോകും. അപ്പം മനസ്സ് മിനിമൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അറിയാം, ഞാൻ ആരാന്നറിയാം, എല്ലാം അറിയാം. പക്ഷേ പുറത്തെ ലോകവും കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തൊരവസ്ഥ അങ്ങനത്തെ വരും. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ ശരീരം ഉള്ള അവയർനെസ് ഉണ്ട്, അത് കഴിഞ്ഞില്ലാത്ത ശരീരം തന്നെ നമുക്ക് അറിയാത്തൊരവസ്ഥ വരും. ഈ ലെവലിലാണ് മൈൻഡിൻ്റെ ഡിസൊല്യൂഷൻ പോണത്. അപ്പോൾ ആ 4ാമത്തെ സ്റ്റേജിൽ മൈൻഡ് തന്നെ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറം ലോകവുമായിട്ട് നമുക്ക് ബന്ധം. അതാണ് ശരിക്കൊരു അപ്പോഴേ ഒരു സന്യാസി എന്നുള്ള ലെവലിൽ സ്റ്റെബിലൈസ് ആവുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് വിചാരിക്കുക. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഇപ്പോൾ ഒരു കാപ്പി കുടിക്കുന്ന ആഗ്രഹം മതി. അത് മാത്രം അതവിടെ നിൽക്കും. ഈ ചിന്തയെ അവിടെ പിടിച്ചു നിർത്തും. ആ പില്ലർ അവിടെ നിൽക്കും, ഈ മനസ്സിനെ ഹോൾഡ് ചെയ്തിട്ട്. ഈ ഒരു ആഗ്രഹം അവിടെ കഴിയാണ്ട് ഇത് മൂവിലേക്ക് പോവാണ്ട് നമുക്ക് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താലും അത് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ലൈഫിൻ്റെ ഒരു മെയിൻ എയിം കംപ്ലീഷനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൂർത്തീകരണം. അത് ചെറുതോ വലുതോ ആവട്ടെ, എനിക്ക് ഇന്ന മാതിരി ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ട്, അത് പൂർത്തീകരിച്ചു, സംതൃപ്തി. അത് എപ്പോഴാണ് സംതൃപ്തി വരുന്നത്? നമ്മുടെ മൈൻഡ് അവിടെ തന്നെ വേണം. നമ്മളിപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സ് അവിടെ തന്നെ വേണം, ക്രിക്കറ്റ് എന്ന് കാണരുത്. അപ്പോൾ അത് പൂർത്തീകരിച്ചു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ നമുക്കത് അപ്പോൾ ഈ മാരേജും എല്ലാ കാര്യങ്ങളും വന്നു ചേർന്നതാണ്. ഒന്നും ഞാൻ എതിർത്തിട്ടില്ല, ഒന്നും റെസിസ്റ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ വരുന്നു അതിലെനിക്ക് തൃപ്തിയുണ്ട്, സംതൃപ്തിയുണ്ട്. ഞാൻ അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന എന്നെ പോലെ തന്നെയാണ്. ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, ഒരിക്കലും മോഹൻജിയുടെ അംബർലയുടെ താഴെ ആവരുത്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ നിൽക്കണം. അത് ആ വ്യക്തിത്വം നിന്നാലേ നിങ്ങളുടെ പൂർത്തീകരണം വരുള്ളൂ.
അല്ലെങ്കിൽ എൻ്റെ ഹാങ് ഓവറായിട്ട് പോകും. അത് മോളോട് ഞാൻ പറഞ്ഞു നിന്നെ ഇപ്പോൾ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നത് മോഹൻജിയുടെ മകൾ എന്നുള്ള നിലയ്ക്കാണ്. നാളെ നിൻ്റെ പേരിൽ അറിയണമെങ്കിൽ നീ നല്ലത് എന്തെങ്കിലും ചെയ്തിരിക്കണം ലോകത്തിന്. നീ എത്രത്തോളം ലോകത്തിന് വേണ്ടി ചെയ്യുന്നു അത്രത്തോളം നിനക്ക് റെസ്പെക്ട് കിട്ടും. കുറച്ച് കാലമൊക്കെ ചിലപ്പോൾ മോഹൻജിയുടെ പേരിൽ നീ അറിയപ്പെടും, പക്ഷേ നിനക്ക് നിൻ്റെ നിലനിൽപ്പ് നിനക്ക് ശാശ്വതമായിട്ടൊരു പ്ലേസ് വേണം ലോകത്ത് വെച്ചാൽ നീ തന്നെ അതിന് വർക്ക് ചെയ്യണം. അപ്പോൾ അത് ഞാനിപ്പോൾ എല്ലാ ബൗണ്ടറീസും വിട്ടിട്ട് ഇപ്പോൾ ഞാൻ ഒരു ചട്ടക്കൂടിനകത്തല്ലല്ലോ ജീവിക്കുന്നത്. കാരണം പിന്നെ എൻ്റെ വൈഫ് ഇപ്പോഴും ചർച്ചിൽ പോവും. ഞാൻ ഒരു കാര്യത്തിന് റെസ്ട്രിക്ഷൻ ഇല്ല. അവർക്ക് എന്താണോ അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടത്, ഇറ്റ്സ് ഓക്കെ ഫോർ മീ. സ്വാമിയുടെ ഫോളോവേഴ്സും ഒരുപാടും വിദേശ രാജ്യങ്ങളിൽ കൂടുതലും നമ്മുടെ കേരളത്തിൽ അത് തീരെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അത്തരം നമ്മുടെ ഇവിടുന്ന് ഇത് മാറിയിട്ട് അത്തരം വിദേശങ്ങൾ അങ്ങനെയൊക്കെ? അതിന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇവിടെ ഒരുപാട് സമയം ഇപ്പോൾ ജോലി ഇപ്പോൾ 1990 എടുത്തു കഴിഞ്ഞാൽ അവിടെ മുതൽ ഞാൻ കേരളത്തിൽ കുറവ് വന്നിട്ടുള്ളതൊക്കെ വെക്കേഷനോ ഹോളിഡേക്കൊക്കെ ഉള്ളൂ. പിന്നെ ആക്ടിവിറ്റി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ ദുബായിൽ നിന്നും പിന്നെ അത് കഴിഞ്ഞ് യൂറോപ്പായി അമേരിക്കയായി, അല്ലാണ്ട് ഇങ്ങോട്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കൂടുതലും ഫോളോവേഴ്സ് ഇപ്പോഴും ഉള്ളത് മഹാരാഷ്ട്രയിലും പിന്നെ ഡൽഹി അങ്ങനെ നോർത്തേൺ റീജിയനിലാണ് കൂടുതൽ. അപ്പോൾ കേരളത്തിൽ ഞാൻ അങ്ങനെ പിന്നെ ഉണ്ടായിട്ടില്ല. അതായത് ബേസ് ആയിട്ട് ഉണ്ടായിട്ടില്ല, വന്നു പോകുന്നേ ഉള്ളൂ. ഈ കുറേ പേരുണ്ട്, ഇപ്പം ഇന്നലെ കുറേ പേര് എന്നെ കാണാൻ വന്നു കൊല്ലത്ത്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ ഞാനൊരു എഫേർട്ട് എടുത്തിട്ടില്ല മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു എഫേർട്ടും എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ഒരു അജണ്ട പ്ലാനൊന്നുമില്ല. ഇപ്പം നമുക്കിപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ 10-11 രാജ്യത്ത് ലാൻഡും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ തന്നെ ഒക്കെ ലോക്കൽ ആൾക്കാർ ചെയ്യുന്നതാണ്, അവർ രൂപീകരിക്കുന്നതാണ്. അത് അവിടെ തന്നെയാണ് ഫണ്ടഡും എല്ലാം അവിടുത്തെ മാനേജറും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ വെച്ചാൽ അവർക്കൊക്കെ സമയം കൊടുക്കുക, ഓരോ സ്ഥലത്ത് അവിടെ ഡെവലപ്പ് ചെയ്യട്ടെ. നമ്മളൊരു മാർക്കറ്റിംഗ് ഞാൻ അനൗൺസ് ചെയ്യും, മാർക്കറ്റ് ചെയ്യില്ല, അഡ്വർടൈസ് ചെയ്യില്ല, അനൗൺസ് ചെയ്യും. പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല, അത്ര മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എത്രയും സിമ്പിളായിട്ടും എത്രയും ഒരു ഫ്ലോ എന്നുള്ള നിലയ്ക്കും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെയാണ് നടക്കണേ. ഇപ്പോൾ ഇത്തരം ക്രിയാപദ്ധതികളെല്ലാം സ്വാമി സ്വന്തമായിട്ട് ഇതെടുത്തല്ലേ? ആണ് അല്ലാതെ വളരെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സ് ശാന്തമാകുന്ന എന്തെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? അത് ഏറ്റവും സിമ്പിളാണ്. സെൽഫ് ആക്സെപ്റ്റൻസ്. നമുക്ക് എന്താ അറിയോ ഇത്രയും കൂടുതൽ മറ്റേ കലാമിറ്റി പുറത്ത് നമ്മളെ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ധൃതി വെച്ച് മറ്റുള്ളവരെ അംഗീകരിക്കാൻ നോക്കുകയാണ്. അത് ആൾക്കാർ ഇപ്പം നോക്കിയിട്ടില്ല. എല്ലാം എക്സ്റ്റേണൽ ഒരു കാര്യമാണ് നമ്മൾ പറയണത്. എന്തുകൊണ്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് നമ്മളായിട്ട് ഒറ്റയ്ക്കുള്ള സമയം, ഒറ്റയ്ക്ക് വെച്ചാൽ ഞാൻ എന്താണെന്നുള്ളത് അറിയാനുള്ള, അതായത് ആത്മീയതയൊന്നും അല്ലത്. നമ്മളൊരു ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ. നമ്മളൊരു വ്യക്തിത്വം ഇവിടെ ഉണ്ട്. ആ വ്യക്തിത്വത്തിനെ കുറിച്ചിട്ടെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം. അതൊരു ഓരോരുത്തരും വാക്കിംഗ് വണ്ടർ അല്ലേ? അല്ലെ, നമ്മളൊക്കെ ഒരു വണ്ടറാണ് ശരിക്കും. പക്ഷെ അത് ഒരിക്കലും നമ്മൾ കമ്പാരിസൺ കാരണം അറിയുന്നില്ല. നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാളുടെ പോലെയല്ല ഞാൻ, അയാളുടെ പോലെ ആവരുത്. പിന്നെ ഓരോരുത്തരും അവരവരുടെ കർമ്മം ചെയ്ത് പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അതിൽ എനിക്ക് ഒരാൾക്ക് കൂടുതൽ മാന്യത അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് ഉണ്ട് തോന്നാറില്ല. എല്ലാവർക്കും ഗ്രേറ്റ്നെസ് ഉണ്ട് അവരവരുടെ രീതിയിൽ. ഇപ്പം ഒരു കമ്പനിയിൽ ഒരു പ്യൂണാ വിചാരിക്കുക, അയാളുടെ വീട്ടിൽ പോകുമ്പോൾ അയാൾ രാജാവല്ലേ? ഒരുപാട് അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ മുമ്പിൽ അയാൾ ഒരു ലീഡറാണ്. ഒരാൾക്കും ഒരു വ്യക്തിത്വത്തിന് അധികവും കുറവുമില്ല. പിന്നെ ഒരു ഹയർ ലോവർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒറ്റൊരു കാര്യം ഞാൻ പറയണത്, എൻ്റെ ടീച്ചിങ്ങിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ബി യു എന്നുള്ളതാണ്. നിങ്ങളായിട്ടിരിക്കുക. അതാണ് അവധൂത പാത്തിൻ്റെ, അതായത് ഞാൻ സഞ്ചരിക്കുന്ന പാത ഉണ്ടല്ലോ, അതായത് സമ്പൂർണ്ണമായിട്ടുള്ള ലയനത്തിൻ്റെ പാത്തിൽ തുടക്കം നമ്മളായിരിക്കുക എന്നുള്ളതാണ്. നമ്മളായിട്ടിരുന്നിട്ടേ മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. പുറത്തുള്ള സബ്ജക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാം. അത് പക്ഷേ ചിലപ്പോൾ ആവശ്യം വരില്ല. കാരണം നമുക്ക് എല്ലാം ഉള്ളിലുണ്ട്, അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടേക്ക് എത്തണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഓട്ടോമാറ്റിക് ഗൈഡൻസ് വരും. ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ആരും ഗൈഡ് ചെയ്യേണ്ടായിട്ടില്ല അന്നത്തെ സമയത്ത്. ഞാൻ ഹിമാലയത്തിൽ പോയിരുന്നു, പക്ഷേ എൻ്റെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടി, വലിയ മഹർഷിമാർ, വലിയ ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള സിംപ്ലിസിറ്റിയെ നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി പോലെ എല്ലാവരും, ആരും ഒന്നും സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനോ ഒന്നുമില്ല, ചെറിയ കുട്ടികളുടെ പോലെ. ആ നൈർമല്യം നമുക്ക് വേണം. അപ്പോൾ നമുക്ക് വളരെ സുഖമാണ് ജീവിതം. എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ താങ്കളുടെ പോക്കറ്റിലിരിക്കുന്ന സാധനം താങ്കൾക്ക് അർഹതപ്പെട്ടതാണ്, എനിക്കല്ല. അപ്പോൾ നമ്മളെപ്പോഴും അവിടെയുള്ളത് ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്തോ ഡെഫിഷ്യൻസി ഉണ്ട്. ആ ഡെഫിഷ്യൻസി കൂടുതലാകുമ്പോഴാണ് പോവർട്ടി കോൺഷ്യസ്നസ് വരുന്നത്, നമ്മളൊരു ദരിദ്രം എന്നുള്ള ഫീലിംഗ് വരുന്നത്. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ദാരിദ്ര്യം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാനേ പറ്റില്ല നന്നായിട്ട്. ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സൂപ്പർ റിച്ച് ഉണ്ട്.
അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല, ആ ഉള്ളിൽ മുഴുവൻ ദാരിദ്ര്യം, ഏതൊക്കെ ആരെങ്കിലും അടിച്ചു കൊണ്ടുപോകുന്നുള്ളത്. അതിൽ ഞാൻ പറയുന്നത് ഒരു ദിവസമെങ്കിലും നമുക്ക് സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഒരു ഒരു കുറച്ച് കാലത്തേക്കുള്ള ജീവിതമാണ്, പെരിഷബിൾ ലൈഫാണ്. ഈ ലൈഫിനകത്ത് നമ്മൾ വേറൊരു വ്യക്തിയാവാൻ പോയി കഴിയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പം ഞാൻ പറയും, ഈ നല്ല ടീച്ചിങ് എന്താ ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ദ ടീച്ചർ വിൽ ടെൽ യു വേർ ടു ലുക്ക്. എവിടേക്ക് നോക്കണമെന്നേ പറയുള്ളൂ, വാട്ട് ടു സീ എന്ന് പറയില്ല, എന്ത് കാണണം എന്ന് പറയില്ല. താങ്കൾ എന്ത് കാണണം, താങ്കളെ തന്നെ കാണണം. അപ്പോൾ അത് ഞാൻ പറയും, എന്നെ കാണണം എന്ന് പറഞ്ഞാൽ തെറ്റി അല്ലേ? ഞാൻ ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, പക്ഷെ നിങ്ങളെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ മെയിൻ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കണക്ട് യുവർ സെൽഫ്, അതാണ് ടീച്ചിങ്. നമ്മൾ 100% അംഗീകരിക്കുക, ഒരു ചെറിയ സ്റ്റെപ്പേ വേണ്ടൂ. അത് മാത്രം ഒരു ഒറ്റ പ്രാക്ടീസായി എടുത്തു നോക്കുക. ഞാൻ പറഞ്ഞ ഒരാളോട് ഞാൻ പറഞ്ഞ ചുമര് എഴുതുമോ സെൽഫ് ആക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ വെറും ആക്സെപ്റ്റൻസ് എന്ന് എഴുതുമോ. എന്നിട്ട് നിങ്ങൾ നോക്കുക എത്ര നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്ന്. ഓ ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് പാടില്ലായിരുന്നു, ഇത് പാടില്ലായിരുന്നു, ഓ ഞാൻ അതേപോലെയല്ല. അതാണ് നിങ്ങൾ നിർത്തേണ്ടത്, ആ ഒരൊറ്റ സാധനം നിർത്തണ്ടു. നമ്മളെ അംഗീകരിച്ച് തുടങ്ങിയതായിരിക്കാം, നമ്മൾ സൂപ്പർ പവർഫുള്ളായി. നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കണം എന്നല്ല, അത് തെറ്റിദ്ധരിക്കരുത്. നമ്മളൊന്നും ന്യായീകരിക്കാൻ നിൽക്കണ്ട, തെറ്റുകളൊക്കെ അതൊക്കെ നടക്കട്ടെ. കാരണം നമ്മൾ ഒന്നും ഡെലിബറേറ്റ് ആയിട്ട് തെറ്റ് ചെയ്യല്ലോ അല്ലെ? ഒരാളെ നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല, നമ്മൾ ആരെയും മോശമായി ചിന്തിക്കുന്നില്ല, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പ്യൂറാണ്, നമ്മൾ ഒരിക്കലും ഒരു മോശമൊന്നുമില്ല. അപ്പോൾ ആകെ ചെയ്യേണ്ടത് ഈ മറ്റുള്ളവരെ പറ്റിയിട്ട് പറയുന്നത് ഒഴിവാക്കുക. എല്ലാവരും അവരവരുടെ സ്ട്രഗിളിലല്ലേ, നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള സ്ട്രഗിളുണ്ട്. ആരും ഒരു പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്ട്രഗിളും ഇല്ലാണ്ടില്ല. അതിപ്പോൾ ഒരു പക്ഷി എടുത്താലും ഒരു മൃഗം എടുത്താലും മനുഷ്യനാണെങ്കിലും നമുക്കൊക്കെ നമ്മുടെ സ്ട്രഗിൾസ് ഉണ്ട് അല്ലേ? എല്ലാവരും സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, അത് ഉപദ്രവിക്കാതിരിക്കുക. വേറൊരു കാര്യം നമ്മളോട് നമ്മളോട് ഒരു ഉപകാരം ചെയ്താൽ മതി, നമ്മൾ തന്നെ ക്രിട്ടിസൈസേ ചെയ്യരുത്. ആൾക്കാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കുക, വളരെ സന്തോഷമുണ്ട്. അതിൽ നല്ല കാര്യം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടേക്കുക. സാധാരണ ഒരു കോമൺ പീപ്പിളിന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാനെങ്കിലും ബുദ്ധിമുട്ടാവില്ലേ? അതെ, എൻ്റെ ആൾക്കാർ ബുദ്ധിമുട്ട് പറയുന്നത് സെൽഫ് ആക്സെപ്റ്റൻസ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. കാരണം ഞാൻ ആൾക്കാരോട് കുറേ പ്രാക്ടീസ് ചെയ്യാൻ പറയാറില്ല. ഞാൻ പറയുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് ഈ പാതയിൽ നടക്കണമെങ്കിൽ തുടക്കം സെൽഫ് ആക്സെപ്റ്റൻസ്, അതില്ലാണ്ട് മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. എന്നെ അംഗീകരിച്ചുകൊണ്ട് കാര്യമില്ല. അതിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്റ്റേണലിൽ അംഗീകരിക്കാം. ഇപ്പോൾ ഭക്തി എടുത്തു കഴിഞ്ഞാൽ പുറത്ത് എക്സ്റ്റേണൽ ഒരു ഐഡൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും. ഇപ്പം നോളജ് പാത്ത് എടുത്താൽ പുറത്തൊരു പുസ്തകം ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. കർമ്മ പാത്ത് എടുത്താൽ നമ്മുടെ ആക്ടിവിറ്റി ഉണ്ടാവും പുറത്ത്. രാജയോഗ പാത്ത്, ഞാൻ പോകുന്ന പാതയിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആക്ടിവിറ്റി എല്ലാം. പുറത്തുള്ളതെല്ലാം ഉണ്ട്, അതിനെല്ലാം റെസ്പെക്റ്റ് ചെയ്യാം. ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും എല്ലാം നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം. ചന്ദ്രനും സൂര്യനും എല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഉള്ളിലുള്ള നമ്മുടെ ഒരു സ്വത്വമുണ്ടല്ലോ, ഒരു എസൻസ്, ഈ എസൻസിനെ മാത്രമേ നമ്മൾ കണ്ടെത്തണ്ടൂ. അത് നമ്മുടെ ഉള്ളിലുള്ള കാര്യം ഞാൻ കണ്ടെത്തണം, അത് പുറത്തുനിന്നല്ല, അത് കിട്ടില്ല പുറത്തുനിന്ന്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാവും. സ്വാമിക്കും തീർച്ചയായിട്ടും അതിൽ നമ്മുടെ നിലവിലുള്ള 2-3 കാര്യങ്ങൾ വളരെ കോൺഫ്ലിക്ട്സ് നടക്കുന്ന ഒരു കാര്യം. ഒന്ന് ഈ സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അത് പൊളിറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് സ്വാമിയുടെ ഒരു വീക്ഷണം സനാതന? ബീങ് നാച്ചുറൽ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ എന്നുള്ളതേ ഉള്ളൂ. സനാതന ധർമ്മത്തിൻ്റെ എക്സാമ്പിൾ സൂര്യനാണ്. അതായത് അദ്ദേഹം കറക്റ്റ് സമയത്ത് വരും, ചൂടും വെളിച്ചവും തരും, ആരക്കാൻ നോക്കണില്ല, അത് കൊടുക്കും. ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ ബേസിക്, ബീങ് നാച്ചുറൽ. സനാതന ധർമ്മം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബേസിക് ഗ്രൗണ്ട് റൂൾസ് ഓഫ് എക്സിസ്റ്റൻസ് ആണത്. അതായത് എങ്ങനെയാണോ ക്രിയേഷൻ നടന്നിട്ടുള്ളത്, ആ ക്രിയേഷൻ്റെ ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ. അതൊരു റിലീജിയനേ അല്ലത്. അത് നമ്മൾ ഇപ്പോൾ പകലാന്ന് പറയുന്ന പോലെയുള്ളൂ. ബീങ് നാച്ചുറൽ എന്ന് സനാതന ധർമ്മത്തിൻ്റെ ഒറ്റ വാക്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ജസ്റ്റ് ബി നാച്ചുറൽ, യു ആർ ഇൻ ദാറ്റ് പാത്ത്. അതിൽ ദൈവവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്. ദൈവം ഇപ്പോൾ സനാതന ധാർമ്മിക് പ്രിൻസിപ്പിൾസിൽ ദൈവം എന്ന് പറഞ്ഞാൽ എസൻസാണ്. എസൻസ് എന്ന് പറഞ്ഞാൽ എന്താണോ സത്ത. അതിന് എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി എടുത്താൽ മതി. അത് ലൈറ്റ് ബൾബിൽ കൂടെ പോകുമ്പോൾ വെളിച്ചം തരും, അത് വാഷിംഗ് മെഷീനിൽ പോകുമ്പോൾ തുണി അലക്കും, അത് ടെലിവിഷനിൽ വരുമ്പോൾ പടം കാണിച്ചു തരും. അത് ഒരേ ഇലക്ട്രിസിറ്റി, പക്ഷേ ഇലക്ട്രിസിറ്റി ഭാവം മാറും. അപ്പോൾ നമ്മൾ വേറെ വിചാരിക്കും. അത്രയേ ഉള്ളൂ. ഈ സനാതന ധർമ്മം എന്നുള്ളൊരു ഒരു കാര്യം അതറിയാത്തതുകൊണ്ടാണ് അത് ആൾക്കാർ പറയണത്. അത് എനിക്ക് തോന്നുന്നത് പല ഈ കോൺട്രവേഴ്സി വരുന്നത് ഇൻ്റർപ്രിറ്റേഷൻ്റെയാണ്. അത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ, എനിക്ക് അറിയില്ല, ഇതിപ്പോൾ മനസ്സിലാക്കിയിട്ട് ആണെങ്കിൽ പറയില്ല അങ്ങനെ. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു മതമായിട്ടേ പറ്റില്ല. അത് എന്നുവെച്ചാൽ അതിന് ഓർഡറില്ലല്ലോ. എവിടെ ഇത് ക്രിയേഷൻ വന്നത് എവിടെ നിന്നാണ്? എനർജി എന്നാണ് വന്നത്. എല്ലാ മാറ്ററിൻ്റെയും സോഴ്സ് എനർജിയാണ്. അറ്റോമിക് ബോംബിൽ പ്രൂവ് ചെയ്തല്ലേ, ആറ്റം ഡിസെക്ട് ചെയ്യുമ്പോൾ എനർജി വരും. അപ്പോൾ എനർജി കോൺഗ്ലോമറേറ്റ് ചെയ്യുമ്പോൾ ആറ്റം വരും. അപ്പോൾ എന്തൊക്കെ മാറ്റർ ഉണ്ടോ അതിൻ്റെയൊക്കെ സോഴ്സ് എനർജിയാണ്. ഈ എനർജി പ്യുവർ എനർജിയാണ്. അത് നമുക്ക് കാണാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ പറ്റില്ലല്ലോ.
അതേപോലെ എനർജി കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാം, അതിൻ്റെ മാനിഫെസ്റ്റേഷൻ കാണാൻ പറ്റും. ആ മാനിഫെസ്റ്റ് അത് മറ്റേ ഒരു കഥയുണ്ടല്ലോ, ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഈ മാഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നീ സമ്പൂർണ്ണമായിട്ടുള്ള ദൈവികത്വമാണെന്ന്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഞാനൊരു മനുഷ്യനായിട്ട് എനിക്ക് വിശക്കുണ്ട്, ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അല്ല അത് ആണ്. അപ്പോൾ അതെന്താണ്, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ദൈവത്തിന് ഞാൻ എൻ്റെ ശരീരം? അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് കുറച്ച് തീ കൊണ്ടു തന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു വിളക്ക് കൊണ്ടു, ആ വിളക്ക് കത്തിയിട്ടുണ്ട്. അല്ല എനിക്ക് വിളക്ക് വേണ്ട, തീ മതി എന്ന് പറഞ്ഞു. തീയാണ് വേണ്ടല്ലേ. അപ്പോൾ ഒരു പിന്നെ ചാർക്കോള് മറ്റേ എന്താണ് കരിക്കട്ട കത്തി നിൽക്കണ ഇത് കൊണ്ടുവന്നു. അതിൽ തീയുണ്ട്. അപ്പോൾ അല്ല നീ ഇത് മറ്റേ ഇതല്ലേ ചാർക്കോളല്ലേ, അതല്ല എനിക്ക് വേണ്ട, എനിക്ക് തീയാ വേണ്ടേ. അല്ല അച്ഛാ ഈ തീ തന്നെത്താൻ വരില്ലല്ലോ, അതിനൊരു മീഡിയം വേണ്ടേ. അപ്പോൾ അത് തന്നെയാണ് ദൈവത്തിനൊരു മീഡിയം വേണം. അതാണ് ഈ കാണുന്ന സർവ്വ ചരാചരങ്ങളും ആ മീഡിയമാണ്. ഇതാണ് സനാതന പ്രിൻസിപ്പിൾ അതാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഇത് പിന്നെ ഒരു സാധനവും നമ്മൾ കോൺട്രവേഴ്സി ആക്കരുത്. ഒരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ എല്ലാ അഭിപ്രായങ്ങളും അവരവരുടെയാണ്, അത് അവിടെ തന്നെ വിട്ടേക്കണം. ഇപ്പം താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് ശരിയാണെങ്കിൽ അത് റെസ്പെക്ട് ചെയ്താൽ മതി. ഞാനത് തെറ്റാന്ന് പറയാൻ നിൽക്കുമ്പോഴാണ് പ്രോബ്ലം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ള എനിക്ക് അർഹതയുണ്ട്, അത് ഞാൻ പറയാം. അത് ആൾക്കാർക്ക് സ്വീകരിക്കാം, റിജക്റ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ലോകം ഇപ്പോൾ 80% ഇപ്പോൾ 8 ബില്യൺ ആൾക്കാരുണ്ട്. 80% ആൾക്കാരും ഈ ശ്രുതബുദ്ധി ഓറിയൻറ്റഡാണ്. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ കേട്ടത് പഠിച്ച് മനസ്സിലാക്കി അവനവൻ്റേതാക്കുന്നതാണ്. അതായത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെയാണ്, അപ്പം അത് ശരിയാണ്, അത് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിയാണ്, കറക്റ്റാണ്. അവനവന് വിശ്വസിക്കുന്ന അവനവന് ശരിയെന്ന് പറയാം. രണ്ടാമത്തത് യുക്തബുദ്ധിയാണ്, ലോജിക്കൽ. അതായത് നമ്മൾ എടുത്തത് അത് നമ്മുടെ ലൈഫിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ലോജിക്കലായിട്ട് നമ്മുടെ ഒരു ഡെറിവേഷൻ പറയുകയാണ്. അങ്ങനെയാണ് എല്ലാ ശാസ്ത്രജ്ഞരും ഓരോന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ വലിയ ആർക്കിടെക്ട്സും മറ്റേ പെയിൻറ്റേഴ്സും അവരൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡാറ്റ എടുത്തിട്ട് അവർ പ്രോസസ്സ് ചെയ്ത് അവരുടേതാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ലോജിക്കൽ, അതായത് യുക്തബുദ്ധി. അതിൻ്റെ മേലൊരു കാര്യമുണ്ട്, ഋതംഭര ബുദ്ധി. അത് അവയർനെസ് ബേസ്ഡ് ആണ്. അതാണ് ഈ പിന്നെ വേദത്തിൻ്റെ ബേസിസ്, ഉപനിഷത്തിൻ്റെ ബേസിസ്. അതാണ് ഒരു ഓർഡർ ഇല്ലല്ലോ ഇതിന്. ഒരാളുടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. വേദം ആരുടെയാന്ന് ചോദിച്ചാൽ ആരാണ് അതിൻ്റെ ഓർഡർ? ഇല്ലല്ലോ. അതേപോലെ ഉപനിഷത്തിന് ഓർഡർ ഇല്ല. ഓർഡർ പറയാൻ ബുദ്ധിമുട്ടാണ്. അതിൽ ആൾക്കാരെ കഥ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് അവരാണോ എഴുതിയത് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ നമ്മൾക്ക് ചില സത്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യവും എൻ്റെ എന്ന് പറയാൻ പറ്റില്ല. അത് പ്രോസസ്സ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ചെയ്യുന്നുള്ളൂ, നമ്മുടേതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഋതംപര ബുദ്ധിയിൽ അവയർനെസ് ആണ്. അതിൻ്റെ ബേസിസിൽ ആയുർവേദം വന്നതും യോഗ സൂത്രാസ് വന്നതും എല്ലാതും ഈ വന്നത് അവയർനെസ് എന്നാണ്. അത് സ്റ്റില്ലായിട്ട് മൈൻഡ് ഇരിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന് മുഴുവൻ സത്യം അറിയാൻ പറ്റും. ആ സത്യം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ അല്ല, അത് നമ്മൾ ജസ്റ്റ് ഒരു മിറർ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയുള്ളൂ. പ്രൊജക്ഷൻ അല്ല, റിഫ്ലക്ഷനാണ്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ണാടി പോലെ, മുമ്പിൽ ആര് വന്നു അവരെ മാത്രം കാണും, വേറെ അയാൾ പോയി കഴിഞ്ഞാൽ എംറ്റി. ആ റിഫ്ലക്ഷൻ, ആ ലെവലിൽ ഇരിക്കുന്ന സന്യാസിമാരാണ് ഈ ഋതംപര ബുദ്ധിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അതാണ് ഇപ്പോൾ ഈ ഗണപതിയുടെയൊക്കെ പ്രിൻസിപ്പിൾ. പിന്നെ തല പിന്നെ ആനയുടെ അതെന്താ കാരണം വെച്ചാൽ ഋതംപര ബുദ്ധി എന്നുള്ള അവയർനെസ് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ മനുഷ്യൻ്റെ തല പോരാ. അപ്പോൾ അത് മനുഷ്യൻ്റെ തല വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ യുക്തബുദ്ധി അല്ലെങ്കിൽ ശ്രുതബുദ്ധി, കേട്ടത് പഠിക്കുന്ന കാര്യങ്ങളും ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെ ഇത് കൊണ്ട്. അപ്പോൾ എങ്ങനെ കാണിക്കാൻ പറ്റും? അപ്പോൾ ലാർജ് ബ്രെയിൻ എന്ന് കാണിക്കാനാണ്. ലാർജ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ മാമൽ ആനയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലെവല്. അത് ഓരോ ആറ്റം, ഒരു അണു മൂവ് ചെയ്യുന്നതും ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു സൂര്യൻ അല്ലെങ്കിൽ ഒരു നക്ഷത്രം തകരുന്നതും ഒരേപോലെ അറിയുന്നുണ്ട്. ഒരു സമയത്ത് അറിയുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഇരിക്കും. സമയം കാണുമ്പോൾ ഒരു യേശു ക്രിസ്തുവിനെയൊക്കെ പെട്ടെന്ന് നമ്മൾ ചിത്രങ്ങളിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു, പലരും പലതും പറയും. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ രൂപത്തിലൊന്നും ഇല്ലല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലും ലോകത്തിന് വേണ്ടി ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് യാതൊരു വാല്യൂ ഇല്ല. ഞാൻ എൻ്റെ നെറ്റ് വർത്ത് എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളാണ്. അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യേണ്ടത് പറയുമ്പോൾ സന്തോഷമുണ്ട്. എത്ര കാലം ഇവിടെ ജീവിക്കുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ നല്ല നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പോകാന്നുള്ളത്. ഞാനപ്പോൾ പലരും എൻ്റെ രൂപത്തിനെ കുറിച്ചൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജീസസിൻ്റെ കാര്യം തന്നെ, മൈക്കൽ ആഞ്ചലോൻ്റെ കഥ അറിയില്ലേ? അദ്ദേഹം നല്ല തേജസ്സുള്ളൊരു വ്യക്തിയെ വിളിച്ച് അത് സിസ്റ്റീൻ ചാപ്പലിൽ അത് പെയിൻറ്റിങ്ങിന് എടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജൂഡാസിനെ വരയ്ക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ തിരഞ്ഞു നടന്നു കുറച്ചൊരു സിനിസ്റ്റർ ലുക്കുള്ള ഒരാളെ. എന്നിട്ട് റോട്ടിൽ നിന്ന് ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ വരച്ച ജീസസ് എൻ്റെ തന്നെ
അപ്പോൾ അയാൾക്ക് അപ്പോഴേക്കും പാവപ്പെട്ടതായി ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ക്ഷീണിച്ച്. അപ്പോൾ നമുക്കെല്ലാം നമ്മൾ ഒന്നുമില്ല ശാശ്വതമായിട്ട്, ഈ ശരീരമൊക്കെ ചേഞ്ച് വരുമല്ലോ. സ്വാമിയുടെ ആഹാര രീതികളൊക്കെ എങ്ങനെയാണ്? ഞാൻ വീഗനാണ്. ആനിമൽ പ്രോഡക്ട്സ് ഒന്നും കഴിക്കില്ല. ആനിമൽ പ്രോഡക്ട്സ് കഴിക്കാത്തതിൻ്റെ കാരണം ഒന്ന്, അത് ക്രൂവൽറ്റി, ഒരുപാട് വയലൻസ് ഉണ്ട് ഈ പ്രിപ്പറേഷനിലുമൊക്കെ, ബ്ലഡ് ഷെഡും ഒരുപാട്. അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു ഒരു ലെവലിൽ നമ്മളൊരു ശാന്തി ആർജിച്ചു കഴിഞ്ഞാൽ വേറൊരു ആനിമലിൻ്റെ ഡെത്തോ അതൊക്കെ നമ്മൾ വല്ലാണ്ട് ബാധിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും, വെറുതെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഞാൻ വീഗൻ ഫോളോ ചെയ്യാൻ കാരണം ഈ ക്രൂവൽറ്റിയാണ്, വയലൻസ്. ഞാൻ ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും കഴിക്കാറില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ ഭക്ഷണം ഒരു 2 മണിക്ക് തീരും, 3 മണിക്ക് തീരും. പിന്നെ എപ്പോഴും യാത്ര ചെയ്യുന്നതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈം സോണാണ്. അപ്പോൾ അവിടെ ഓരോ സമയത്ത് ചെല്ലുമ്പോൾ കുറച്ച് അങ്ങോട്ട് മാറ്റം വരും. അമ്മു കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? 36 രാജ്യങ്ങളിൽ അല്ലേ? 31 രാജ്യത്ത് ആക്ടിവിറ്റി ഉണ്ട്. ആക്ട് ഫൗണ്ടേഷൻ, അമ്മു കെയർ ഇന്ത്യയിലാണ്, ആക്ട് ഫൗണ്ടേഷൻ പുറത്താണ്. 2003 തുടങ്ങിയതാണ്. നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അമ്മു കെയർ തുടങ്ങിയത് ഫുഡ്, ഭക്ഷണം, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ, എൻവിറോൺമെൻറ്റ്, ഹെൽത്ത് കെയർ, ഈ 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ ഇനി എപ്പോഴും ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ടർക്കിയിലൊക്കെ ചെയ്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അവിടെ മറ്റേ ഭൂകമ്പം, 2 ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ നമ്മുടെ അമേരിക്കയിൽ നിന്നും മറ്റേ UK നിന്നൊക്കെയുള്ള ആൾക്കാർ, വളണ്ടിയേഴ്സ് വന്ന് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മൊറോക്കോയിൽ ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചത്, അതും അവിടെയും ഭൂകമ്പമാണ്. അപ്പോൾ ഡിസാസ്റ്റർ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഇവിടെ മിലിറ്ററി ആയി ചേർന്ന് കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുക. കോഴ്സ് എന്ന് വെച്ചാൽ ഫ്രീ കോഴ്സ് സ്കൂളിൽ, എങ്ങനെ ക്രൈസിസ് ഹാൻഡിൽ ചെയ്യണമെന്ന്. അത് ഇന്ത്യ മുഴുവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി ബോധം കെട്ട് വീണു, ഒരു തീ വന്നു, അല്ലെങ്കിൽ വെള്ളം വന്നു, ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പാനിക്കാവുന്നതിന് പകരം പ്രാക്ടിക്കലാക്കണം. അപ്പോൾ പാനിക് ടു പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. ഞാനെപ്പോഴും ചിന്തിക്കുന്ന എൻ്റെ ലൈഫ് സ്റ്റൈൽ ഒരു ബീങ് പ്രാക്ടിക്കലാണ്. നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ട് ജീവിക്കാവൂ. തിയറി ഒന്നും വെച്ച് ജീവിക്കരുത്. അസംഷൻ പാടില്ല. അസേർട്ടൻ, ഡോണ്ട് അസ്യൂം, അസേർട്ടൻ, ബി പ്രാക്ടിക്കൽ. എന്നാലേ നമ്മൾ സ്പിരിച്വാലിറ്റിയിലും ബേസ് ഉള്ളൂ. സ്പിരിച്വാലിറ്റി നമ്മുടെ സെപ്പറേറ്റ് അല്ലല്ലോ, നമ്മുടെ ജീവിതചര്യല്ലേ. അതായത് കണക്റ്റിംഗ് വിത്ത് യു ഈ സ്പിരിച്വാലിറ്റി. നിങ്ങളെ തന്നെ കണക്ട് ചെയ്യുമ്പോൾ അത് സ്പിരിച്വലായി. വേറെ ഒരു ദൈവത്തിനൊന്നുമല്ല, നമ്മളെ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട്, അതായത് ഇവിടെ പാനിക്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പേടിക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ അത് ഇവർ വല്ലാതെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേവി, എയർഫോഴ്സ്, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ അവരുടെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഞാൻ NCCക്കൊക്കെ പോയി ലെക്ചർ കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ. അപ്പോൾ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് പലതും ചെയ്യുന്നുണ്ട്. ടോട്ടലി ഫ്രീ ആണ്. പിന്നെ കുറച്ച് കിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഇവരുടെ അസിസ്റ്റൻസിൽ തന്നെയാണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റ്സും കാര്യങ്ങളും. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് ചെയ്യണേ. നമ്മളിപ്പോൾ ലോകത്ത് ഓരോ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാതും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇപ്പോൾ പെറുവിൽ നമ്മൾ ചെയ്യുന്നത്, സൗത്ത് അമേരിക്കയിൽ അവിടെ ചെയ്യുന്നത്, അവിടെ ഒരു നേരത്തെ പോലും ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ട് സ്കൂളിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ അല്ല വേണ്ടത്, ആദ്യം നിങ്ങൾ ജീവിക്കുമോ, എന്നിട്ട് പഠിക്കൂ. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് സപ്ലൈ ഉണ്ട്, അതൊക്കെ അമേരിക്കയിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഉക്രൈനിൽ, റൊമേനിയ വഴി നമ്മൾ ഒരുപാട് ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. അത് എത്രയോ വാറിൻ്റെ സപ്പോർട്ട്, അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് യുദ്ധം. അപ്പോൾ അവിടെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും UK നമ്മുടെ ഈ ഇതിൽ തന്നെയുള്ള ആളുകളാണോ അവിടെ? എല്ലാം നമ്മുടെ ആൾക്കാർ ഒക്കെ. എൻ്റെ എല്ലാം 100% വോളണ്ടിയർ ബേസ്ഡാണ്. പെയ്ഡൊന്നുമില്ല. പെയ്ഡ് ഉണ്ട്, ഈ ചാർട്ടർ അക്കൗണ്ടൻറ്റ്, ബുക്ക് കീപ്പിംഗ്, അങ്ങനത്തെ കാര്യത്തിൽ പെയ്ഡ് ഉണ്ട്. അതല്ലാണ്ട് നമ്മളെല്ലാം വോളണ്ടിയേഴ്സുമാണ്, എല്ലാം സ്പോൺസർഷിപ്പ് ബേസ്ഡുമാണ്. അതും ആരോടും പൈസ ചോദിക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമമുണ്ട്. വിളിച്ചു ചോദിക്കുന്നത്, നമ്മൾ പ്രൊജക്റ്റ് കാണിക്കും, അപ്പോൾ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വിളിച്ചിട്ട് ഇത് പ്രോജക്റ്റ് ഉണ്ട്, സെല്ല് ചെയ്യരുത് ഒരു പ്രോജക്റ്റും. ആക്ട് ഫൗണ്ടേഷൻ നമുക്ക് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഈ റെഗുലർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. നിങ്ങൾ ഇന്നമാതിരി ചെയ്യുക അതിലേക്ക്. അപ്പോൾ അതൊരു 100 രൂപ ആണെങ്കിലും 500 രൂപ അങ്ങനെ വലിയ എമൗണ്ട് ഒന്നുമല്ല. പക്ഷേ ചെറിയ എമൗണ്ട് ആകുമ്പോൾ നമ്മളത് നടന്നു പോകും. പിന്നെ ഇപ്പോൾ തിരുവണ്ണാമല നമ്മളൊരു സീനിയർ ഹോം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് അറിയില്ലായിരുന്നു ഈ അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് പോണ മക്കളുണ്ടെന്ന്. എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരോടൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ കുട്ടികൾ, അച്ഛൻ, അമ്മ, ഇവരൊക്കെ നമ്മളോട് ഡിപ്പെൻഡഡ് അല്ലേ. അപ്പോൾ നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളിൽ നന്നായിട്ട് അവരെ നോക്കണം. അതൊക്കെ എന്താ വെച്ചാൽ ആ ഫാമിലിയുടെ അടിത്തറ ഉറപ്പിക്കാനുള്ള, അടച്ചുറപ്പിനുള്ള ഇതാണ് ഈ ബന്ധങ്ങൾ. നമ്മളവരെ നോക്കുമ്പോൾ അവരുടെ സ്നേഹവും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു നല്ലൊരു ഫാമിലി ആവും. അപ്പോൾ ഇത് ഞാൻ അവിടെ തിരുവണ്ണാമല പോയപ്പോൾ എന്നെ ഒരാൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ 10-60 പേര് വയസ്സായ ആൾക്കാർ, അവർക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയില്ല, ഉപേക്ഷിക്കപ്പെട്ടവരാ. അപ്പോൾ അവരൊക്കെ വീടുണ്ട്, മക്കൾ അവിടെ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വളരെ ദുഃഖം.
അപ്പോൾ നമ്മൾ സ്ഥലം എടുത്തിട്ട് ഇപ്പോൾ അവിടെ 10, 15, 20 പേരുണ്ട് അവിടെ. എല്ലാം ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധരാണ്, സമാധാനമായി താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തു. അതുപോലെ ഇനി കുറച്ച് കാര്യങ്ങളോട് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ പതുക്കെ ഓർഗാനിക്കായിട്ട് വരട്ടെ. എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്? എന്തെങ്കിലും കാര്യം? ഇല്ല. അതൊരു ജേർണലിസ്റ്റ്, ഡെൻമാർക്കിലെ ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, ഇന്ന് രാത്രി നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ലാസ്റ്റായിട്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന്? അപ്പം ഞാൻ ഉറങ്ങും. കാരണം നമുക്ക് അവൈലബിൾ സിറ്റുവേഷനിൽ ചെയ്യാവുന്ന ബെസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഫോർവേഡ് പ്ലാൻ ഇടാറില്ല. അങ്ങനെ നമ്മൾ വരുന്ന ആൾക്കാരും ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കും, പോകുന്ന ആൾക്കാരോടും സന്തോഷപൂർവ്വം യാത്ര അയക്കും. പിന്നെ നമ്മൾ ഇന്നതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നടക്കില്ല മാത്രമല്ല നമുക്കത് വലിയ സ്ട്രെസ്സും വരും. അപ്പോൾ ഞാൻ ആ ഫ്ലോ അനുസരിച്ച് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയാം, അമേരിക്കയിൽ ഒരു ആക്ടിവിറ്റി, ഒരു സെൻറ്റർ ഉണ്ട്, ഒരു 10-20 ഏക്കറിലുണ്ട്. അപ്പോൾ അവിടെ അടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ കുറേ കുട്ടികളുണ്ട്, അവർക്ക് ഷൂസ് മേടിക്കാനുള്ള പൈസ പോലും ഇല്ല. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റായിട്ട് അമേരിക്കയിൽ അതെ, അത് പറഞ്ഞാലും വിശ്വസിക്കുന്നു. അതെ, അങ്ങനെയുണ്ട്. അതെ, ഷൂ മേടിക്കാനുള്ള പൈസ ഇല്ലാതെ, കാരണം അവർക്ക് ഈതർ സിംഗിൾ മദേഴ്സാണ് അല്ലെങ്കിൽ സിംഗിൾ പാരൻ്റാണ്, അച്ഛനും അമ്മയും ആരും ഇല്ല. രണ്ടാമത്തത് അവർ കൂടുതൽ കുട്ടികളായതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മൈഗ്രേറ്റഡ് ആണ്. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവർക്കൊക്കെ ഷൂ സപ്ലൈ ചെയ്തു. അത് ടീച്ചറോട് ചേർന്ന് സ്കൂളിൽ ചേർന്ന്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വർക്കുകളൊക്കെ ഓരോ സ്ഥലത്തും, അപ്പോൾ എവിടെയാണെങ്കിലും അവിടെ ചുറ്റുപാടിൽ നമ്മൾ അതിൻ്റെ ഒരു വെൽബീയിങ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതല്ല, ഇപ്പോൾ അത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. നൊനോട്ടി, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നമ്മുടെ ഒരു സെൻറ്റർ ഉണ്ട്, ഒരു 10-30 ഏക്കറിൽ. അവിടെ നമ്മൾ ഡെയിലി ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ ഏരിയയിൽ 80% ക്രൈം റേറ്റ് റിഡ്യൂസായി. 80%. ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് അവർ അക്രമത്തിൽ പോയിരുന്നത്. 80% അതിപ്പോൾ പോലീസ് വന്ന അവിടെ അവർ കൊടുക്കുന്ന സ്പീച്ച് ഉണ്ട്, നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പണികൾ വളരെയധികം ഈസി ആയി എന്ന് പറഞ്ഞിട്ട്. അത് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് സംസാരിക്കേണ്ടത്, നമ്മളല്ല സംസാരിക്കേണ്ടത്. നമ്മൾ കൂടുതൽ പറയുമ്പോൾ ആൾക്കാർ, ഇപ്പോൾ എനിക്ക് നുണ പറയാലോ വേണമെങ്കിൽ, അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാവുമ്പോൾ നുണ പറയില്ലല്ലോ അല്ലേ. ഒരു വ്യക്തിക്ക് അവനവൻ്റെ അഭിപ്രായം പറയാം, എല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഇപ്പോൾ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ വേറൊരു ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയട്ടെ, അത് സ്വീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിടാം. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ നന്മകൾ കൂടുതൽ, അപ്പോൾ എന്താ പറയുക, നമ്മൾ ഉള്ളിലെ സ്പേസ് ക്ലീൻ ആക്കി വെക്കുക, ചെയ്യുന്ന പ്രവൃത്തികളും ക്ലീൻ ആവുക, ചിന്തിക്കുന്നതും ക്ലീൻ ആവുക. നമ്മളൊരാൾക്ക് ഉപദ്രവം ആവുമ്പോൾ ഒന്നും ചെയ്യരുത്. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. ലോകത്ത് ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതാണെന്നറിയാം? നമ്മുടെ നാട് തന്നെ ആണല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭാരതത്തിൽ എത്തിക്കഴിഞ്ഞാൽ നൗ ഇറ്റ്സ് ഗുഡ് എന്ന് തോന്നും. ഇവിടെ 1.4 ബില്യൺ ആൾക്കാരുണ്ട്, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, പല ഇഷ്യൂസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആയാലും ഇത്രയും ഒരു കൂട്ടായ്മയും സ്നേഹവും കാര്യങ്ങളും നമുക്ക് പലയിടത്തും കിട്ടില്ല. എനിക്ക് ഏത് കൺട്രിയിലാണ് പോകാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലായിടത്തും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. വെറെവർ യു ആർ ലവ്ഡ്, ഇറ്റ്സ് യുവർ ഹോം അല്ലേ. എവിടെയൊക്കെ നമ്മളെ സ്നേഹിക്കുന്നോ അവിടെയൊക്കെ നമ്മുടെ വീടാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഐ ഫീൽ ഗുഡ്. അല്ല, മരിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ മരിക്കണം എന്നുള്ളത് അത് തന്നെയാണ് ആഗ്രഹം. എവിടെയെങ്കിലും പോയിട്ട് വേറെ സ്ഥലത്ത് ബോഡി വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് ലോകം മാറ്റാനൊന്നും പറ്റില്ല. ലോകം എങ്ങനെയാണോ അതേപോലെ തന്നെ പോവുള്ളൂ. നമ്മുടെ ഒരു വാല്യൂ അഡീഷനേ പറ്റുള്ളൂ. ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ലോകം മുഴുവൻ നന്മയാവട്ടെ എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ലോകത്തെ എല്ലാ കറപ്ഷൻ ഇല്ലാണ്ടാവട്ടെ എന്നോ അല്ലെങ്കിൽ യുദ്ധം ഒന്നും പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ലെവലിൽ ലോകം പോവുള്ളൂ. പക്ഷെ നമ്മുടെ വാല്യൂ അഡീഷൻ അത് ആർക്കൊക്കെ കിട്ടും നമുക്ക് അറിയാൻ പറ്റില്ല. അത് നന്മയാവണം. നന്മ, കാരുണ്യം, ദയ മുതലായ കാര്യങ്ങൾ ഇതാക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എപ്പോഴും നമ്മൾ ഒരു ഓണർഷിപ്പ് എടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും. ആ ഓണർഷിപ്പ് വലിയ വെയിറ്റാണ്. നമ്മൾ ഓണർഷിപ്പ് ഇല്ല. ശരിക്കും നോക്കിയിട്ടുണ്ടോ, ജനിക്കുന്നതിന് മുകളിൽ നമുക്ക് കൺട്രോളില്ല, മരിക്കുന്നതിന് മുകളിലും കൺട്രോളില്ല. അതിനകത്ത് ദിവസം ഇപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ തന്നെ മുമ്പ് പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, 3-4 ദിവസത്തിനകത്ത് വന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എൻജോയ് ചെയ്യാൻ സാധിക്കണം. ഈ മൊമെൻറ്റിൽ ഇതൊരു അത്ഭുതമായിട്ട് തന്നെ കാണണം. ഇത് നമ്മളിങ്ങനെ ചെയ്തല്ലോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ലെവലിൽ നമ്മൾ കാണാൻ പറ്റിയ നമുക്ക് ജീവിതം മുഴുവൻ ഒരു വണ്ടറിൽ നിൽക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ അല്ലേ, അയാൾക്ക് ഇതിൽ കൂടുതൽ കിട്ടിയല്ലോ. ഒരു അച്ഛൻ മക്കൾക്ക് മിഠായി കൊടുത്ത പോലെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സംതൃപ്തിയുണ്ട്. മറ്റൊരാൾക്ക് 2 കൊടുത്തപ്പോൾ ഈ ആദ്യത്തെ ആൾ പറഞ്ഞു എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. അപ്പോൾ ഈ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഇന്ന് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കാൻ, നാളെ പറ്റുമെന്ന് അറിയില്ല. അപ്പം അത് തന്നെ ഇന്ന് കൊടുക്കാനുള്ളത് അല്ലേ. അങ്ങനെ ഏറ്റവും മനോഹരമായി ഈ മാറട്ടെ, എല്ലാം മാറട്ടെ എന്ന് മാത്രം. അതിന് സ്വാമിക്ക് എല്ലാവിധ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സ്വാമിയുടെ ആ കൃപ നമുക്കും കിട്ടിക്കട്ടെ എന്ന് മാത്രം. എപ്പോഴും ഞാൻ കൂടെയുണ്ട്.
എല്ലാം താങ്ക് യു.